ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്തൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി റെഡിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ പിസയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റിലാണ് ഈ ഒരു പാസ്ത റെസിപ്പി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാക്കിയ ശേഷം 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബട്ടറിന് പകരം നമുക്ക് ഓയിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അതിൻ്റെ പച്ചച്ചവ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കിനി ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുത്ത് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കുള്ള പാസ്ത ആദ്യം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പ് പാസ്ത എടുത്ത് അത്യാവശ്യം വെള്ളത്തിൽ തന്നെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാള അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഒരു ചെറിയ പൊട്ടാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി കുറച്ച് ബീൻസ്, ഒരു 3-4 ബീൻസൊക്കെ മതിയാകും, അതും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഫ്രോസൺ പീസാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണമാണ്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു കഷ്ണം തക്കാളി, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒരുപാട് വെന്ത് കുഴയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത്രയും മതിയാവും. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യത്തിന് കുക്കായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്, അത് കൈ കൊണ്ടൊന്ന് പിച്ചി കൊടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ട് വേവിച്ച് വെച്ച ചിക്കനാട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ചിക്കൻ ക്യൂബ് നമുക്ക് മസാലയൊക്കെ ചേർത്ത സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ചിക്കനും വെജിറ്റബിൾസൊക്കെ ഒരുപോലെ മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച പാസ്ത ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാസ്ത വേവിച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. അപ്പോൾ അങ്ങനെ കഴുകിയെടുത്തിട്ടുള്ളതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വെജിറ്റബിൾസും പാസ്തയൊക്കെ ഒരുപോലെ മിക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒറിഗാനോ ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും നമ്മുടെ പാസ്തക്ക് ആ ഒരു പിസ്സയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അത് അത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള പിസ്സ ടേസ്റ്റിലുള്ള പാസ്ത റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോമ്പിനൊക്കെ ഇന്ന് ഒരുപോലെയുള്ള കടികളൊക്കെ ട്രൈ ചെയ്ത് മടുക്കുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്